അടുത്ത നവംബറിൽ നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപിനെ പാർട്ടി വീണ്ടും നാമനിർദ്ദേശം ചെയ്തു. നമ്മുടെ നാട്ടിലെ പോലെ ഒരിക്കൽ പ്രസിഡൻ്റായവൻ പിന്നെയും ആ ഒറ്റ കാരണത്താൽ മത്സരിക്കുന്ന പോലെയല്ല. അമേരിക്കയിൽ ഈ പാർട്ടിയുടെ പ്രൈമറികൾ ചേർന്ന് ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തി അവിടെ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പറ്റും. ആ മത്സരിക്കുന്ന ആൾ പാർട്ടിയുടെ സമുന്നത നേതാവായിരിക്കണം എന്നൊന്നുമില്ല. മത്സരിച്ചാൽ ജയിക്കും എന്ന് ആളുകൾക്ക് തോന്നുന്ന ഒരാളായിരിക്കും ജയിക്കാൻ. ഇപ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഡൊണാൾഡ് ട്രംപ് അത്ര വലിയ നേതാവൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ആ പാർട്ടിക്കാരൻ തന്നെയായിരുന്നില്ല. പ്രസിഡൻ്റാകാൻ എളുപ്പവഴി ഈ പാർട്ടിയിൽ ചേർന്നതെന്ന് തോന്നിയുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണം ഉണ്ടായിരുന്നുകൊണ്ട് പുള്ളി അവരുടെ സ്ഥാനാർത്ഥിത്വത്തിന് ശ്രമിക്കുകയും ഏതാണ്ട് 8 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിച്ചു. അത്തവണ ഹിലരി ക്ലിൻ്റനായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി. അവരെ തോൽപ്പിച്ച് ഇദ്ദേഹം പ്രസിഡൻ്റായി. കഴിഞ്ഞ തവണ വലിയ മത്സരമായിരുന്നു. ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മുൻ വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ വിജയിച്ചു. ട്രംപ് പരാജയം അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ പലവിധ വിക്രികളൊക്കെ നടത്തി. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണയ്ക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇദ്ദേഹത്തെ എതിർത്ത എല്ലാ വിമതന്മാരെയും വിരുദ്ധന്മാരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വരികയാണ്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വധശ്രമം, ആ വധശ്രമം പോലും പരാജയപ്പെട്ടു. ഏതായാലും ഇനി ട്രംപിനെ തടഞ്ഞു നിർത്താൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. ഇനി പടച്ചവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഡൊണാൾഡ് ട്രംപിന് പറയുമ്പോൾ 78 വയസ്സായി എങ്കിലും ആൾ വളരെ ഊർജ്ജസ്വലനാണ്. മറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരാളിയും നിലവിലുള്ള പ്രസിഡൻറ്റുമായ ജോ ബൈഡൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. പുള്ളിക്ക് പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, ഓർമ്മക്കുറവുണ്ട്, മറ്റ് പല അപകടങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു ട്രോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ജോ ബൈഡൻ നവാസ് ഷെരീഫിൻ്റെ തോളത്ത് തട്ടി, നരേന്ദ്ര നിങ്ങളുടെ താടി എവിടെ പോയി, അത് നല്ല ഭംഗിയുള്ള ഒന്നായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയും നവാസ് ഷെരീഫിനെയും കണ്ടാൽ ജോ ബൈഡന് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് ഇതിൻ്റെ വ്യംഗ്യാർത്ഥം. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് പല കഥകളുമുണ്ട്. പാർട്ടിയിൽ തന്നെ ഒരു പ്രബല വിഭാഗം ഇദ്ദേഹം ഇത്തവണ സ്ഥാനാർത്ഥിയാകരുത്, കമലാ ഹാരിസിനോ വേറെ ആരെങ്കിലും പരീക്ഷിക്കണം എന്ന അഭിപ്രായമുള്ളവരാണ്. പുള്ളിയാണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല, ഉന്നെ വിടമാട്ടേൻ എന്ന് പറഞ്ഞ് കസേരയിൽ വട്ടം കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ജോ ബൈഡന് 81 വയസ്സായി, ട്രംപിന് 79. വ്യത്യാസം എന്താ വെച്ചാൽ ബൈഡൻ ഈസ് 81 ഇയേഴ്സ് ഓൾഡ്, വേറാസ് ട്രംപ് ഈസ് 79 ഇയേഴ്സ് യങ് എന്നുള്ളതാണ്. 79ലും ഈ യുവത്വം നിലനിർത്തുന്ന ആളാണ് ട്രംപ്. മറ്റേ പുള്ളിയാണെങ്കിൽ ബുഡാ കിളവനായിരിക്കും. ഇതാണ് സങ്കടം. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ പാടൂർ പടിപ്പുര വരെ പോകേണ്ട ആവശ്യമില്ല. ഒരു മഷിനോട്ടക്കാരൻ്റെ അടുത്തോ ജോൾസിൻ്റെ അടുത്തോ പോകണ്ട, എക്സിറ്റ് പോളും നടത്തണ്ട, അഭിപ്രായ സർവേയും നടത്തണ്ട. ഇവർ തമ്മിലുള്ള ആദ്യത്തെ സംവാദം മാത്രം കണ്ടാൽ മതി. ട്രംപ് എവിടെ നിൽക്കുന്നു, ബൈഡൻ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു സംശയവും വേണ്ട, ഇത്തവണ ഏതാണ്ട് 1972 നിക്സൺ ജയിച്ച പോലത്തെ ജയമായിരിക്കും ട്രംപിനുണ്ടാകാൻ പോകുന്നത്. നിക്സൺ 49 സ്റ്റേറ്റിൽ ജയിച്ചുള്ളൂ. ട്രംപ് വേണമെങ്കിൽ 50 സീറ്റിൽ ജയിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. പക്ഷേ ഞാനിവിടെ പറയാൻ വന്ന സത്യത്തിൽ ട്രംപിനെ കുറിച്ചല്ല. ട്രംപ് ജയിക്കും. ട്രംപ് ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും പൊതുജീവിതവും രാഷ്ട്രീയ ജീവിതവും ഭരണാധികാരി എന്ന നിലക്കുള്ള ജീവിതമൊക്കെ തുറന്ന പുസ്തകമാണ്. അതറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ റണ്ണിങ് മെയ്റ്റായിട്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് JD വാൻസാണ്. JD വാൻസ് സാമാന്യം അപ്രശസ്തനായൊരു വ്യക്തിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഈ പേരാരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ വാൻസ്, ശരിക്കും അദ്ദേഹത്തിൻ്റെ പേര് പോലും വാൻസ് എന്നല്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇദ്ദേഹം ഒരു കൈക്കുഞ്ഞായിരിക്കുന്ന സമയത്ത് വേർപിരിഞ്ഞാണ്. അമ്മയുടെ 3ാമത്തെ ഭർത്താവ് ആണ് ഇദ്ദേഹത്തെ ദത്തെടുത്തത്. അങ്ങനെയാണ് ഈ വാൻസ് എന്നുള്ള സർനെയിം പോലും പുള്ളിക്ക് കിട്ടിയത്. ആ ചെറുപ്പക്കാരൻ 38 വയസ്സോ അദ്ദേഹത്തിന് പ്രായമുള്ളൂ, അല്ലെങ്കിൽ 39 വയസ്സ് ഏറ്റവും കൂടിയത്. അത്രയും ചെറുപ്പക്കാരനാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അദ്ദേഹം ഒഹായോയിൽ നിന്നുള്ള ഒരു സെനറ്ററാണ്. സെനറ്റിലേക്ക് തന്നെ പുതുമുഖമാണ്. 2022 തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത്, 23 സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ വാൻസിനെ സംബന്ധിച്ചുള്ള വേറൊരു പ്രത്യേകതയുണ്ട്. മലയാളികളായ ഇന്ത്യക്കാരായ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. വാൻസിൻ്റെ സഹധർമ്മിണി ഉഷ വാൻസ്, അവർ ഇന്ത്യൻ വംശീയാണെന്നല്ല,
അവരുടെ മാതാപിതാക്കൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറിയവരാണ്. ഇവർ ഹിന്ദു മതവിശ്വാസിയാണ്. വാൻസ് റോമൻ കത്തോലിക്കനാണ്. ഇവർ മതാന്തര വിവാഹമാണ്. രണ്ടുപേരും അവരവരുടെ മതവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു. 3 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ സാമുദായിക നിലപാട് എന്താണെന്നുള്ളത്. അവർ യേൽ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ കണ്ടുമുട്ടിയതാണ്. അവിടെ വെച്ച് പ്രണയബദ്ധരായി വിവാഹിതരായി. ഈ ഉഷ വാൻസും JD വാൻസും രണ്ടുപേരും യേൽ യൂണിവേഴ്സിറ്റിയുടെ സന്താനങ്ങളാണ്. ആ രീതിയിൽ അവിടെ വെച്ച് പരിചയപ്പെട്ടു വിവാഹിതരായ ആളുകളാണ്. 3 കുട്ടികളുണ്ട്. തെലുങ്ക് സംസാരിക്കുന്ന ഒരു വനിതയാണ് ഇദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. അവിടെ ഒരു ഭാഗത്ത് മറ്റേ ഡൊണാൾഡ് ട്രംപിൻ്റെ റണ്ണിങ് മെയ്റ്റായിട്ട് വാൻസ് വരുന്നു, മറുഭാഗത്ത് ജോ ബൈഡൻ്റെ കൂടെ കമല ഹാരിസ് വരുന്നു. ഏതായാലും അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ ശക്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു ഭാഗത്ത് തമിഴ് വനിത, ഒരു ഭാഗത്ത് തെലുങ്ക് വനിത എന്ന വ്യത്യാസമുള്ളൂ. ഏതായാലും സെക്കൻഡ് ലേഡി ഇത്തവണ തീർച്ചയായിട്ടും ഇന്ത്യൻ വംശീയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ട്രംപും വാൻസുമാണ് ജയിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല. ഞാൻ ആലോചിച്ചത് നാളെ കാലത്ത് മനോരമയിൽ എന്തായിരിക്കും വാർത്ത എന്നുള്ളതാണ്. മനോരമ മിക്കവാറും ഉഷ വാൻസിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ടെത്തും. അവരുടെ അയൽവക്കത്ത് താമസിച്ചിരുന്ന ഏതെങ്കിലും ഒരു ചിന്നമ്മയോ മറിയാമ്മയോ കണ്ടുപിടിക്കും. ആ ഉഷ പഠിക്കാൻ മിടുക്കിയായിരുന്നു. എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് അറിയാം. ഞാനാണ് അവരെ സ്കൂളിലേക്ക് യൂണിഫോം ധരിപ്പിച്ച് അയച്ചിരുന്നത്. ഇവർക്ക് മുട്ടക്കറിയാണ് കൂടുതലിഷ്ടം. അയല വറുത്തരിച്ച് സാമ്പാർ വെച്ചതും വലിയ താല്പര്യമാണ് എന്നൊക്കെയുള്ള വാർത്തകൾ കൊണ്ട് മനോരമ നമ്മളെ നാളെ അനുഗ്രഹിക്കും. പിന്നെ സെക്കൻഡ് ലേഡി അവർക്ക് പാചകത്തിലുള്ള താല്പര്യം, അവർ മുടി മിനുക്കുന്ന ഷാമ്പു ഏതാണ്, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വൈകാതെ തന്നെ വനിതയിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായാലും വാൻസിന് വേറൊരു പ്രത്യേകതയുണ്ട്. അത് 38 വയസ്സുള്ളൂ. വൈസ് പ്രസിഡൻ്റാണ്. ട്രംപിന് ഒരിക്കൽ കൂടി മത്സരിക്കാൻ പറ്റില്ല. ഭരണഘടനാപരമായ വിലക്കുണ്ട്. ഇത്തവണ ജയിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയിലെ ഭേദഗതി അനുസരിച്ച് 2 തവണയിൽ കൂടുതൽ ഒരാൾക്ക് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ല. അപ്പോൾ റണ്ണിങ് മെയ്റ്റ്, അത് വൈസ് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അടുത്ത അവസരം തീർച്ചയായിട്ടും 4 കൊല്ലത്തിന് ശേഷം അത് വാൻസിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ ഫസ്റ്റ് ലേഡി തന്നെ ഒരു ഇന്ത്യൻ വംശീയമായിട്ട് മാറും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ട്രംപിനും വാൻസിനും വമ്പിച്ച വിജയം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. ഇവർക്ക് മംഗളാശംസ നേരുന്നത് ശരിയല്ല. മംഗളവും മനോരമയൊക്കെ ഈ അമേരിക്കക്കാർക്ക് നേരുന്നത് ശരിയല്ല. അതുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് തന്നെ നേരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.